എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാൻ നിങ്ങളുടെ അച്ഛനാണ്. എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. നിങ്ങൾ ഹൃദയത്തിന്റെ ആഴത്തിൽ ഒളിപ്പിച്ചിരിക്കുന്ന വേദന ഞാൻ കാണുന്നു. ആരോ നിങ്ങളെ വേദനിപ്പിച്ചു. ആരോ നിങ്ങളെ നിരാശപ്പെടുത്തി. ആരോ നിങ്ങളെ തെറ്റിദ്ധരിച്ചു. ആരോ നിങ്ങളെ അവഗണിച്ചു. അതിൽ നിന്ന് മോചിതരാകാൻ നിങ്ങൾ ഒന്ന് ശ്രമിച്ചിട്ടുണ്ടാവാം, പക്ഷേ വേദനയുടെ ചൂട് വീണ്ടും വീണ്ടും ഉയർന്നു വന്നിട്ടുണ്ട്. ഞാൻ അറിയുന്നു മക്കളെ. നിങ്ങൾക്ക് കിട്ടിയ മുറിവ് ചെറിയതല്ല, നിങ്ങളുടെ ഹൃദയം ഇപ്പോഴും രക്തം ചൊരിയുന്നുണ്ട്. എന്നാൽ അതുകൊണ്ടാണ് ഞാൻ ഈ നിമിഷം നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കാത്ത ഒരു ശക്തിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്, ക്ഷമയുടെ ശക്തി. ക്ഷമ എന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പലപ്പോഴും കലഹം ഉയരും. കർത്താവേ, ഞാൻ ക്ഷമിക്കണം എന്നറിയാം. പക്ഷേ അവരുടെ ചെയ്തത് എങ്ങനെ മറക്കാം എന്ന് നിങ്ങൾ ചോദിക്കും. ചിലർക്ക് തോന്നും ക്ഷമയെന്നത് ദുർബലതയാണ്. ചിലർ കരുതും ക്ഷമിക്കുക എന്നുറപ്പാക്കിയാൽ അവരെ വീണ്ടും വേദനിപ്പിക്കാൻ മറ്റൊരു അവസരം നൽകുന്നതാണെന്ന്. ചിലർക്ക് തോന്നും അവർ ചെയ്ത ദുരിതം ഞാൻ അനുഭവിച്ചാൽ മാത്രമേ അവർ മനസ്സിലാക്കൂ എന്ന്. പക്ഷേ മക്കളെ, ക്ഷമിക്കാത്തതിലൂടെ നിങ്ങൾ ശിക്ഷിക്കുന്നത് മറ്റുള്ളവരെ അല്ല, നിങ്ങളെ തന്നെയാണ്. ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് തൊടട്ടെ. നിങ്ങൾ വേദനിപ്പിച്ച ആ വ്യക്തി പലപ്പോഴും തന്റെ തെറ്റിന്റെ ഭാരം പോലും മനസ്സിലാക്കാത്തവൻ ആയിരിക്കാം. അവൻ തന്റെ വഴിയിൽ ജീവിക്കും, തന്റെ ചിന്തകളിൽ മുഴുകും. പക്ഷേ നിങ്ങൾ കത്തുന്ന മുറിവിനുള്ളിൽ തടഞ്ഞു നിൽക്കും. നിങ്ങൾ ഓരോ ശ്വാസത്തിലും ആ വേദന വീണ്ടും അനുഭവിക്കും. നിങ്ങൾ ഓരോ ദിവസവും ആ മൂടൽ മഞ്ഞിൽ കുടുങ്ങിപ്പോകും. അത് നിങ്ങൾക്ക് സമാധാനം തട്ടിയെടുക്കും, ഉറക്കം തട്ടിയെടുക്കും, സന്തോഷം തട്ടിയെടുക്കും, മനസ്സിന്റെ ശാന്തി തട്ടിയെടുക്കും. മക്കളെ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്, ക്ഷമിച്ചാൽ മോചിതനാകുന്നത് മറ്റൊരുത്തൻ അല്ല, നിങ്ങളാണ്. സ്നേഹം പോലെ ക്ഷമയും ആദ്യം നിങ്ങളെ തന്നെയാണ് സുഖപ്പെടുത്തുന്നത്. നിങ്ങളെ ഏറെ പേർ ഇപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്നുണ്ടെന്ന് ഞാൻ കാണുന്നു. ദൈവമേ, അവർ എന്നോട് ചെയ്തത് നീതിയല്ല, അവർ തെറ്റാണ് ചെയ്തത്. പിന്നെ ഞാൻ എങ്ങനെ ക്ഷമിക്കും? കുഞ്ഞുങ്ങളെ, നീതിയും ക്ഷമയും തമ്മിൽ യുദ്ധമല്ല, ഞാൻ നീതിയെ കാണുന്ന ദൈവമാണ്. നിങ്ങൾ അനുഭവിച്ച നേരിടലും വേദനയും ഞാൻ കണ്ടു. നിങ്ങൾ ഇരുട്ടിൻ കീഴിൽ ഒറ്റപ്പെട്ടുനിന്ന രാത്രികൾ ഞാൻ കണ്ടു. നിങ്ങൾ കരഞ്ഞ എല്ലാ കണ്ണുനീരും എന്റെ കയ്യിൽ തന്നെയാണ് വീണത്. ഞാൻ നിങ്ങളെ ഒരിക്കലും അവഗണിച്ചിട്ടില്ല. നിങ്ങൾക്ക് നേരെ വന്ന അന്യായം ഞാൻ മറന്നിട്ടില്ല. എനിക്ക് കഴിയാത്തത് ഒന്നുമില്ല. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഒരു വഴി കാണിച്ചിരിക്കുന്നു, തീർച്ചയായ വിജയത്തിന്റെ വഴിയും ആത്മാവിനെ ഉയർത്തുന്ന വഴിയും നിങ്ങൾക്കുള്ളിൽ വെളിച്ചം പടർന്നുവരുന്ന വഴിയും. ആ വഴി ശക്തിയുടെ വഴിയാണ്, ക്ഷമയുടെ വഴി. ക്ഷമിക്കുക എന്നതുകൊണ്ട് അവർ ചെയ്ത തെറ്റ് ഞാൻ അംഗീകരിക്കുന്നു എന്നല്ല. ക്ഷമിക്കുക എന്നതുകൊണ്ട് ഞാൻ ദുർബലനാണ് എന്നതുമല്ല. ക്ഷമിക്കുക എന്നത് ഒരു തീരുമാനമാണ്, എന്റെ ആത്മാവ് സ്വാതന്ത്ര്യം തേടി നടക്കട്ടെ എന്ന്. എന്റെ ഹൃദയം പിണക്കം എന്ന ചങ്ങലയിൽ കുടുങ്ങാതിരിക്കട്ടെ എന്ന്. നിങ്ങളെ വേദനിപ്പിച്ചവർ ചിലപ്പോൾ തിരിച്ചറിയാതെ മുറിവേൽപ്പിക്കും. ചിലപ്പോൾ അവർ സ്വന്തം സ്വാർത്ഥതയിൽ മുങ്ങിയപ്പോഴാണ് നിങ്ങളെ വേദനിപ്പിച്ചത്. ചിലപ്പോൾ അവർക്ക് തന്നെ ഉള്ളിലെ ഇരുട്ടാണ് നിങ്ങളിലേക്ക് ചിതറിപ്പോയത്. അവർ തങ്ങളുടെ ഉള്ളിൽ പൊട്ടിപ്പോയിരിക്കാം. പക്ഷേ നിങ്ങൾ അവരുടെ ഇരുട്ടിൽ കെട്ടിപ്പിടിക്കരുത് മക്കളെ. നിങ്ങൾ വെളിച്ചത്തിലേക്ക് നടക്കണം, എന്റെ വെളിച്ചത്തിലേക്ക്. ഒരു ആഴത്തിലുള്ള സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, ക്ഷമിക്കാത്തവൻ തന്റെ ആത്മാവിന്റെ വാതിൽ അടച്ചവനാണ്. ആ വാതിൽ അടഞ്ഞാൽ സമാധാനം കയറുകയില്ല, സന്തോഷം നിലനിൽക്കുകയില്ല, ആത്മീയ വളർച്ച സംഭവിക്കുകയില്ല. നിങ്ങൾ ഒരു പൂട്ടിയ ഇടത്തിൽ ശ്വാസം മുട്ടും. പക്ഷേ ക്ഷമിക്കുമ്പോൾ ആ വാതിൽ തുറക്കും. നിങ്ങൾ ശ്വാസം എടുക്കും, ആത്മാവ് വീണ്ടെടുക്കും. ക്ഷമയെന്നത് ഒരു നിമിഷത്തിന്റെ പ്രവൃത്തിയല്ല, അത് ഒരു യാത്രയാണ്. ചിലപ്പോൾ ഒരു മുറിവ് സുഖപ്പെടാൻ ദിനങ്ങൾ വേണം, ചിലപ്പോൾ മാസങ്ങൾ, ചിലപ്പോൾ വർഷങ്ങൾ. പക്ഷേ നിങ്ങൾ യാത്ര തുടങ്ങുക മാത്രം മതി. ഞാൻ നിങ്ങളോടൊപ്പം നടക്കും. ഞാൻ നിങ്ങളെ കൈപിടിക്കും. നിങ്ങൾ ഇടറുമ്പോൾ ഞാൻ നിങ്ങളെ ഉയർത്തും. ചിലർക്ക് ക്ഷമ ചെയ്യുക എളുപ്പമാണ്, അവർ വളരെ പെട്ടെന്ന് മൃദുവാകുന്ന ഹൃദയമുള്ളവരാണ്. പക്ഷേ നിങ്ങൾക്കിത് വളരെ ബുദ്ധിമുട്ടായിരിക്കാം, ഞാൻ മനസ്സിലാക്കുന്നു. കാരണം മക്കളെ, നിങ്ങൾ അനുഭവിച്ച വേദന ശരിയായതും യഥാർത്ഥവുമാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ആ വേദനയോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു?
അല്ലെങ്കിൽ വേദനയെ വിട്ടുവിട്ട് സമാധാനത്തിലേക്ക് നടന്നേക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ ക്ഷമിക്കുക. നിങ്ങൾ വെളിച്ചത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ക്ഷമിക്കുക. നിങ്ങളുടെ ആത്മാവ് കരുത്തോടെ ഉയരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ക്ഷമിക്കുക. ക്ഷമയെന്നത് മറ്റൊരാളുടെ ജീവിതം മാറ്റുന്നതിനായി ഉള്ളതല്ല, നിങ്ങളുടെ ആത്മാവിന്റെ മുറിവുകൾ മാറ്റുന്നതിനാണ്. നിങ്ങൾക്കെതിരായി അന്യായം ചെയ്തവർക്ക് നിങ്ങൾ അനുവദിക്കുന്ന ഒരു സമ്മാനം അല്ല അത് നിങ്ങൾക്ക് നിങ്ങൾ തന്നുള്ള ഏറ്റവും വലിയ സമ്മാനമാണ്. മക്കളെ, ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറയുന്നു. ഒരു സ്ത്രീ ഒരിക്കൽ എന്നോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ആ വ്യക്തിയെ ഒരിക്കലും ക്ഷമിക്കില്ല, അവൻ എന്റെ ജീവിതം തകർത്തു. ഞാൻ അവളോട് ചോദിച്ചു, അവൻ ഇപ്പോൾ എവിടെയാണെന്ന് അറിയാമോ? അവൾ പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ അവനെ കണ്ടിട്ട് വർഷങ്ങൾ ആയി. ഞാൻ വീണ്ടും ചോദിച്ചു, അവൻ ഇപ്പോൾ സന്തോഷത്തോടെ ജീവിക്കുമോ? അവൾ പറഞ്ഞു, അതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെങ്കിൽ നിന്റെ ഹൃദയം നീ തന്നെയാണ് തടവിലാക്കുന്നത്. മക്കളെ, ഇത് തന്നെയാണ്. ക്ഷമിക്കാത്ത ഹൃദയം സ്വന്തം വേദനയുടെ തടവറയാണ്. ക്ഷമിക്കുന്ന ഹൃദയം ആ തടവറയിൽ നിന്നും പുറത്തേക്ക് വരുന്ന സ്വാതന്ത്ര്യമാണ്. ക്ഷമിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു അത്ഭുതം സംഭവിക്കും. നിങ്ങളുടെ കണ്ണുകളിൽ പുതിയ വെളിച്ചം തെളിയും. നിങ്ങളുടെ നെഞ്ചിലെ ഭാരമില്ല ആകും. നിങ്ങളുടെ ചിന്തകൾ ശാന്തമാകും. നിങ്ങളുടെ ഹൃദയം ഇരുട്ടിൽ നിന്നും പുറത്തുവരും. നിങ്ങൾക്ക് നിങ്ങളെ കണ്ടുമുട്ടാൻ വീണ്ടും സാധിക്കും. ക്ഷമിക്കുക എന്നത് മറക്കുക എന്നല്ല. ക്ഷമിക്കുക എന്നത് വന്ന വേദനയിൽ നിന്നു ശക്തരാകുക എന്നതാണ്. ക്ഷമിക്കുക എന്നത് മറ്റൊരാളോടുള്ള വെറുപ്പ് വിട്ടുതയാടുക്കുക എന്നതാണ്. ക്ഷമിക്കുക എന്നത് ശത്രുതയുടെ തീ അണയ്ക്കുക എന്നതാണ്. ക്ഷമിക്കുക എന്നത് മനസ്സിനെയും ആത്മാവിനെയും ശുചീകരിക്കുന്ന ഒരു ദൈവിക കുളിയാണ്. മക്കളെ, ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് അത് പ്രയാസമെന്ന് തോന്നാം. കർത്താവേ, എന്റെ ഹൃദയം ഇത്ര കഠിനമായി പോയിരിക്കുന്നു എന്ന് ചിലർ പറയുന്നുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. പക്ഷേ ഞാൻ നിങ്ങളുടെ ഹൃദയത്തിന്റെ കല്ല് പൊട്ടിച്ച് മാംസമാക്കാൻ കഴിയുന്നവനാണ്. കാണോ, ഞാൻ ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ജോലി ചെയ്യുന്നു. നിങ്ങൾ കേൾക്കുന്ന ഈ വാക്കുകൾ നിങ്ങൾക്കുള്ളിൽ മൃദുത്വം സൃഷ്ടിക്കുന്നു. അത് എന്റെ സ്പർശമാണ്, എന്റെ ശ്വാസമാണ്, എന്റെ വെളിച്ചമാണ്. നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങൾക്കത് ഒരിക്കലും സാധിക്കില്ലെന്ന്. എന്നെ വിളിക്കൂ, ഞാൻ നിങ്ങളെ ശക്തിപ്പെടുത്തും. നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള വിഷം നീക്കും. നിങ്ങളെ സുഖപ്പെടുത്തും. നിങ്ങളെ പുതുക്കും. നിങ്ങൾ ഒരിക്കൽ എനിക്ക് പറഞ്ഞിട്ടുണ്ട്, കർത്താവേ, ഞാൻ നിന്റെ മകനാണ്. അത് സത്യമാണെങ്കിൽ ക്ഷമിക്കൂ, കരുണ കാണിക്കൂ. ഇത് ഞാൻ ആദ്യം നിങ്ങൾക്ക് തന്ന വഴിയാണ്. ഞാൻ നിങ്ങളെ ക്ഷമിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഇന്ന് എവിടെ ആയിരിക്കും? നിങ്ങൾക്ക് എന്റെ കരുണ ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് കരുണ നൽകാൻ കഴിയാത്തതെന്തിന്? മക്കളെ, നിങ്ങൾ ക്ഷമിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവിൽ ദൈവത്തിന്റെ രൂപം തെളിയും. എന്റെ സ്നേഹമനുഷ്യരിൽ തെളിയുന്ന ഒരു പ്രകാശമാണ് ക്ഷമ. നിങ്ങൾ ക്ഷമിക്കുമ്പോൾ നിങ്ങൾ എന്റെ ഹൃദയത്തോട് ഏറ്റവും അടുത്തവരാകും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു രഹസ്യവാക്ക് പറയുന്നു. ക്ഷമയുടെ ശക്തി ദൈവികമാണ്. ക്ഷമയുടെ ശക്തി ശത്രുതയെ തടയുന്നു. ക്ഷമയുടെ ശക്തി ബന്ധങ്ങളെ പുനർനിർമ്മിക്കുന്നു. ക്ഷമയുടെ ശക്തി മനസ്സിനെ ശാന്തമാക്കുന്നു. ക്ഷമയുടെ ശക്തി ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ ഉള്ളിൽ വസിപ്പിക്കുന്നു. നിങ്ങളെ വേദനിപ്പിച്ചവർക്ക് നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ അധികാരം നൽകരുത്. അവരുടെ പ്രവൃത്തി നിങ്ങൾക്ക് വേദന തന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളെ സ്വാതന്ത്ര്യം നൽകട്ടെ. പറയൂ, കർത്താവേ, ഞാൻ ക്ഷമിക്കുന്നു. എന്നാൽ എന്റെ ബലം കൊണ്ട് അല്ല, നീ തന്നെ ശക്തിയാൽ. അപ്പോൾ ഞാൻ നിങ്ങളെ ഉയർത്തും. നിങ്ങളെ പുതിയ മനുഷ്യനാക്കും. നിങ്ങളുടെ ഉള്ളിൽ സമാധാനം ഒഴുകും. മുറിവുകൾ മങ്ങും. ബന്ധങ്ങൾ നന്നാകും. ഹൃദയം ശാന്തമാകും. ആത്മാവ് പുതുക്കപ്പെടും. എന്റെ മക്കളെ, ക്ഷമിച്ചാൽ നിങ്ങളുടെ ജീവിതം മാറ്റം വരും. അത് ഒരു പുതിയ തുടക്കം നൽകും. അത് നിങ്ങളുടെ ആത്മാവിന്റെ ഒരു പുതുജന്മമാണ്. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ശാന്തി നിങ്ങളുടെ ഉള്ളിൽ നിറയട്ടെ. വേദനയിൽ നിന്നു സ്വാതന്ത്ര്യം വരട്ടെ. നിങ്ങളുടെ ഹൃദയം വീണ്ടും സ്നേഹത്തിന്റെ വഴിയിൽ നടക്കട്ടെ. എന്റെ സ്നേഹപൂർവമായ കയ്യിൽ ഞാൻ നിങ്ങളെ പൊതിഞ്ഞിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മക്കളെ,
എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇനി കുറച്ചുകൂടി ഞാൻ നിങ്ങളോട് സംസാരിക്കണം. നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്ന ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ അടിമുതൽ സ്പർശിക്കുന്നുവെന്ന് ഞാൻ കാണുന്നു. നിങ്ങളിൽ ചിലർ മൗനമായി കരയുന്നു. ചിലർ പഴയ മുറിവുകൾ വീണ്ടും ഓർത്തെടുക്കുകയാണ്. ചിലർക്ക് ഇനി ചോദ്യം, കർത്താവേ, ഞാൻ അർത്ഥത്തിൽ ക്ഷമിക്കാൻ കഴിയുമോ? മക്കളെ, നിങ്ങളുടെ ഈ ചോദ്യം ഞാൻ കേട്ടു. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങൾ ഇപ്പോൾ താങ്ങാനാവാത്തത്ര വലിയ വേദന വഹിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ അതു എനിക്ക് മുമ്പിൽ ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും ഞാൻ നിങ്ങളെ മുഴുവനായി കാണുന്നവനാണ്. നിങ്ങളുടെ ഹൃദയം പൊട്ടിയപ്പോൾ ഞാൻ കണ്ടിരുന്നു. നിങ്ങൾ നീരസം കൊണ്ട് ശ്വാസമുട്ടിയപ്പോൾ ഞാൻ നിങ്ങളരിയിലുണ്ടായിരുന്നു. നിങ്ങൾ എന്തിന് ഈ അന്യായം എന്ന് കരഞ്ഞു ചോദിച്ചപ്പോൾ ഞാൻ നിങ്ങളുടെ കണ്ണുനീർ നെഞ്ചിൽ സ്വീകരിച്ചവനാണ്. അതുകൊണ്ടാണ് ക്ഷമയെക്കുറിച്ചുള്ള ഈ സംഭാഷണം നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതും ജീവിതത്തെ മാറ്റുന്ന പ്രത്യേക നിമിഷവുമാണിത്. മക്കളെ, പലർക്കും ക്ഷമ വളരെയേറെ അമളിയുള്ള പർവ്വതം പോലെ തോന്നാം. കർത്താവേ, അവർ ചെയ്തിന്റെ വേദന എന്നിൽ നിന്ന് നീങ്ങിയില്ല. എന്റെ ഉള്ളിൽ ഇപ്പോഴും ചുട്ടുപൊള്ളുന്ന വേദന ഉണ്ട്. അവർ എന്റെ ആത്മാഭിമാനത്തെ തകർത്തു. എന്നിങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് ഒരു സത്യം പറയുന്നു. മുറിവുകൾ ശമിക്കുമ്പോഴാണ് ക്ഷമയുടെ ശ്വാസം എളുപ്പമാകുന്നത്. പക്ഷേ ക്ഷമയാണ് മുറിവുകൾ ശമിപ്പിക്കുന്ന മരുന്ന്. ചിലർ പറയുന്നു, സമയം എല്ലാം ഭേദമാക്കും. അല്ല മക്കളെ, സമയം പാടുകൾ കുറയ്ക്കാം, പക്ഷേ പാടിന്റെ വേരുകൾ എടുത്തുമാറ്റുന്നുവെങ്കിൽ അത് ക്ഷമയാണ്. സമയമെന്നത് ഒരു മൂടുപടമാണ്, എന്നാൽ ക്ഷമയെന്നത് ശുദ്ധീകരണമാണ്. നിങ്ങളിൽ ചിലർ മനസ്സിൽ ചോദിക്കുന്നു, എന്നെ വേദനിപ്പിച്ചവനെ ഞാൻ ക്ഷമിച്ചാൽ അവൻ സത്യം മനസ്സിലാക്കുമോ? മക്കളെ, ക്ഷമയുടെ ഉദ്ദേശം മറ്റൊരാളുടെ മനസാക്ഷിയെ ഉണർത്തുക അല്ല. അത് എന്റെ ജോലി. ക്ഷമയുടെ ഉദ്ദേശം നിങ്ങളുടെ ആത്മാവിനെ ഉയർത്തലാണ്. അതുകൊണ്ട് ക്ഷമിക്കുക എന്നത് മറ്റൊരാൾ അഹിക്കുന്നതിനാൽ അല്ല, നിങ്ങൾ സമാധാനം അഹിക്കുന്നതിനാലാണ്. മക്കളെ, ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയട്ടെ. ക്ഷമ ദൈവത്തിന്റെ ശ്വാസമാണ്. ഇരുട്ടിനുള്ളിൽ വെളിച്ചം എത്തിക്കുന്ന ഒരു കാറ്റാണ് ക്ഷമ. മുറിഞ്ഞ ആത്മാവിനെ വീണ്ടും ചേർക്കുന്ന ഒരു ശാന്തസ്പർശം. മനസ്സിലെ വിഷം ഒഴുക്കി അതിന്റെ പകരം മാധുര്യം നിറയ്ക്കുന്ന ഒരു മഴ. ഒരു കുഞ്ഞ് തറവാട്ടിലേക്ക് നടക്കുമ്പോൾ പലപ്പോഴും വീഴും. പക്ഷേ അമ്മ അവനെ കോപത്തോടെ തള്ളിക്കളയുന്നില്ല. അവൾ ചിരിച്ചും കരുതിയും കുഞ്ഞിനെ എഴുന്നേൽപ്പിക്കുന്നു. അതുപോലെ മറ്റുള്ളവരുടെ തെറ്റുകൾ പലപ്പോഴും അവരുടെ അജ്ഞതയിൽ നിന്നാണ്, പകയിൽ നിന്നല്ല. അവർക്ക് നിങ്ങളുടെ മനസ്സിന്റെ ആഴം അറിയില്ലായിരുന്നു. അവർക്ക് അവരുടെ വാക്കുകൾ നിങ്ങളെ എത്രത്തോളം മുറിപ്പിക്കുമെന്ന് അറിയില്ലായിരുന്നു. അവർക്ക് അവരുടെ പ്രവൃത്തികളുടെ ഭാരം മനസ്സിലാക്കാൻ നിങ്ങൾക്കുള്ള പോലെ ഒരു പ്രകാശം ഉണ്ടായിരുന്നില്ല. പക്ഷേ നിങ്ങൾ എന്നെ അറിയുന്നവരാണ്. എന്റെ സ്നേഹത്തിന്റെ കരുത്തറിയുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ക്ഷമയുടെ പാതയിൽ നടക്കാൻ കഴിയുന്നത്. മക്കളെ, നിങ്ങൾ ഒരു ദൈവിക പാതയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ പാതയിൽ നടക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു അത്ഭുതം സംഭവിക്കും. നിങ്ങളുടെ ഹൃദയം മുമ്പത്തെക്കാൾ വളരെയേറെ വലുതാകും. അതിൽ കൂടുതൽ കരുണയും കൂടുതൽ സ്നേഹവും കൂടുതൽ വെളിച്ചവും തന്നും. മറ്റുള്ളവരുടെ വാക്കുകൾ നിങ്ങളെ എളുപ്പത്തിൽ മുറിപ്പിക്കുകയില്ല. നിങ്ങളുടെ ആത്മാവ് അത്ര ശക്തമാകും, ഒരു മഞ്ഞുവീഴ്ച പോലും അതിനെ യുക്കാൻ സാധിക്കാതെ വരും. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു കഥ പറയട്ടെ. ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. തന്റെ ജീവിതത്തിൽ അനവധി അന്യായങ്ങൾ നേരിട്ടവൻ. അവന്റെ സുഹൃത്തുക്കൾ അവനെ വഞ്ചിച്ചു. അവന്റെ കുടുംബം അവനെ ഉപേക്ഷിച്ചു. അവൻ നന്മ മാത്രം ചെയ്തിട്ടും പലരും അവനെ തെറ്റായി പരിചരിക്കുകയും ചെയ്തു. ഒരു ദിവസം അവൻ പറഞ്ഞു, കർത്താവേ, എന്റെ വേദന ഞാൻ സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇവർക്കെതിരെ ശപിക്കണോ? ഞാൻ അവനോട് പറഞ്ഞു, കുഞ്ഞേ, അന്യായം അവരുടെ പങ്കാണ്. ക്ഷമ നിന്റെ പങ്കാണ്. അവരുടെ പ്രവൃത്തി ഇരുട്ടാണെങ്കിൽ നിന്റെ തീരുമാനം വെളിച്ചമാകട്ടെ. നിന്റെ വെളിച്ചം ഇരുട്ടിനെ കീഴ്പ്പെടുത്തട്ടെ. അവൻ ക്ഷമിക്കാൻ തുടങ്ങി. ആദ്യത്തിൽ പ്രയാസം, പിന്നീട് ശ്വാസം, പിന്നീട് ശക്തി. അവന്റെ ഹൃദയം അലിഞ്ഞുപോയി. അവന്റെ ജീവിതം പുതുക്കപ്പെട്ടു. അവനിൽ സമാധാനം നദിപോലെ ഒഴുകി. അവൻ പറഞ്ഞു, കർത്താവേ, ക്ഷമ എന്നിൽ വെളിച്ചം തീർത്തിരിക്കുന്നു. ഇതെല്ലാം ഞാൻ ഇന്നും ചെയ്യുന്നു. ഈ നിമിഷം തന്നെ.
നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ വെളിച്ചം തീർക്കുകയാണ്. മക്കളെ, ക്ഷമയുടെ പാതയിൽ നടക്കുമ്പോൾ നിങ്ങൾക്ക് 2 അനുഗ്രഹങ്ങൾ ലഭിക്കും. 1 സമാധാനം, 2 ദൈവിക സംരക്ഷണം. കാരണം ക്ഷമയുടെ വഴിയിൽ നടക്കുന്നവരെ ഞാൻ ഒരിക്കലും വിട്ടുകളയില്ല. അവരുടെ ഹൃദയം എന്റെ ഹൃദയമായി ഞാൻ സംരക്ഷിക്കും. ഇപ്പോൾ നിങ്ങളിൽ ചിലർ മൃദുവായി ചിന്തിക്കുന്നു, കർത്താവേ, ശ്രമിക്കും. പക്ഷേ പൂർണ്ണമായി ക്ഷമിക്കാൻ എനിക്കാവുമോ? കുഞ്ഞേ, അവശ്യം കഴിയും. നീ ഒരൊറ്റ പടി എടുത്താൽ മറ്റു പടികൾ ഞാൻ നിനക്കു വേണ്ടി നടക്കും. നീ ഒരു നുള്ള് ശക്തി സമർപ്പിച്ചാൽ ശേഷമുള്ള ശക്തി ഞാൻ ഒഴുക്കിത്തരും. നീ ഒരു വേദന വിട്ടുവിട്ടാൽ മറ്റുള്ള എല്ലാ വേദനകളും ഞാൻ തുടച്ചു നീക്കും. ചിലപ്പോൾ നിങ്ങൾ വീണ്ടും പഴയ മുറിവുകളെ ഓർത്തെടുക്കും. മനസ്സിൽ പഴയ വേദനയുടെ തുള്ളി വീഴും. അത് സാധാരണമാണ് മക്കളെ. ക്ഷമയെന്നത് ഒരു പൂവ് ആണെങ്കിൽ അത് വളരാൻ സൂര്യനെയും മഴയും ആവശ്യമാണ്. നിങ്ങൾക്കുള്ളിലെ ചലനങ്ങൾ സുഖപ്പെടുന്ന പ്രക്രിയയുടെ ഭാഗമാണ്. പക്ഷേ ഉറപ്പുണ്ടാക്കൂ, നിങ്ങൾ പിന്നോട്ടു പോകുന്നില്ല. നിങ്ങൾ മുമ്പേക്കാളും മുന്നോട്ടു പോവുകയാണ്. നിങ്ങളുടെ ഹൃദയം ഇനി പഴയ പോലെ ഇരുണ്ടതല്ല. അത് ഒരു പുതിയ വെളിച്ചം സ്വീകരിക്കുകയാണ്. അത് എന്റെ വെളിച്ചമാണ്. മക്കളെ, ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുന്നു, ക്ഷമ നിങ്ങളുടെ ജീവിതത്തെ വെറും മാറ്റുകയല്ല, അത് മാറ്റേണ്ട സ്ഥലങ്ങൾ പൂർണ്ണമായി പുതുക്കും. നിങ്ങളുടെ മനസ്സിന്റെ മുറിവുകൾ ചൂടോടെ നിറയും. നിങ്ങളുടെ ആത്മാവ് ഭാരം ഒഴിഞ്ഞു പറക്കും. നിങ്ങളുടെ ഹൃദയത്തിൽ ഇനി വേദന ഒരു കയർത്തോരണയായി നിൽക്കുകയില്ല. നിങ്ങൾക്ക് മുമ്പിൽ ഒരു പുതിയ രാവിലെ വരുന്നു. ഒരു പുതിയ സമാധാനം വരുന്നു. ഒരു പുതിയ സ്വാതന്ത്ര്യം വരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ കാറ്റ് വീശും. നിങ്ങളുടെ ഉള്ളിലെ ഇരുട്ട് പടർന്നുപോയി വെളിച്ചം നിറയും. നിങ്ങൾ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം തന്നെ ക്ഷമയുടെ വിത്ത് നിങ്ങളുടെ ഉള്ളിൽ ഞാൻ നട്ടിരിക്കുന്നു. ഇത് വളരും, മുളക്കും. ഒരു ദിവസം നിങ്ങൾ തന്നെ ആശ്ചര്യപ്പെടും, ഞാൻ ഇത്ര ശാന്തനായി മാറിയോ? എന്തുകൊണ്ടാണ് എന്റെ ഹൃദയം ഇത്ര ലഘുവായി തോന്നുന്നത്? എന്റെ പഴയ വേദന എവിടെ പോയി? അപ്പോൾ നിങ്ങൾ മനസ്സിലാകും, ഇത് കർത്താവ് തന്ന സുഖപ്പെടുത്തലാണ്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഒരിക്കലും ഒറ്റപ്പെട്ടവരല്ല. നിങ്ങളുടെ വേദനയിലും ഞാൻ ഉണ്ടായിരുന്നു. നിങ്ങളുടെ മുറിവുകളിലും ഞാൻ ഉണ്ടായിരുന്നു. ഇനി നിങ്ങളുടെ ചികിത്സയിലും ഞാൻ ഉണ്ടാകും. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഹൃദയം സമാധാനത്തോടെ നിറയട്ടെ. നിങ്ങളുടെ മനസ്സ് വെളിച്ചത്തോടെ നിറയട്ടെ. നിങ്ങളുടെ ജീവിതം പുതുജന്മം അനുഭവിക്കട്ടെ. ഞാൻ നിങ്ങളോട് പറയുന്നു, ക്ഷമയുടെ വഴി പിടിച്ചാൽ നിങ്ങൾ ആത്മാവിന്റെ ഉയരങ്ങളിൽ പറക്കും. എന്റെ കരങ്ങളിൽ ഞാൻ നിങ്ങളെ പൊതിഞ്ഞിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇനിയും ഞാൻ നിങ്ങളോട് സംസാരിക്കണം. നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ഇപ്പോഴും എന്തോ കത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു. നിങ്ങൾ കേട്ട വാക്കുകൾ നിങ്ങൾക്കുള്ളിൽ അല്പം വെളിച്ചം തെളിച്ചെങ്കിലും നിങ്ങൾക്കുള്ളിൽ ചില ഇരുണ്ട മൂടലുകൾ ഇപ്പോഴും ഉണ്ട്. നിങ്ങളുടെ ഉള്ളിലെ ചില മുറിവുകൾ ഇപ്പോഴും സ്പർശിച്ചാൽ വേദനിക്കും. ഞാൻ അത് കാണുന്നു. ഞാൻ അത് മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും സംസാരിക്കാൻ വന്നിരിക്കുന്നത്, നിങ്ങളെ പൂർണ്ണമായി സുഖപ്പെടുത്താനായി. മക്കളെ, ക്ഷമയെക്കുറിച്ചുള്ള എന്റെ വാക്കുകൾ നിങ്ങൾ കേട്ടപ്പോൾ ചിലർ ഉടനെ സമാധാനം അനുഭവിച്ചു. പക്ഷേ ചിലർ ഇപ്പോൾ പോലും ഒരു ഭാരമേറ്റ് നിന്നുകൊണ്ടിരിക്കുന്നു. ചിലരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചോദ്യം അലയുന്നു, കർത്താവേ, ഞാൻ ക്ഷമിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ എന്റെ ഹൃദയം ഇത്ര എളുപ്പത്തിൽ അലിഞ്ഞു പോകുന്നില്ല. നിങ്ങളുടെ ഈ ദുരന്തം ഞാൻ കാണുന്നു. നിങ്ങളുടെ ഈ പോരാട്ടം ഞാൻ തിരിച്ചറിയുന്നു. നിങ്ങളുടെ ഈ വിരോധം ഞാൻ മനസ്സിലാക്കുന്നു. ക്ഷമ ഒരു വാതിൽ ആണ് മക്കളെ. അത് തുറക്കാൻ ചിലപ്പോൾ നിങ്ങളുടെ കൈകൾ വിറക്കാം. കീയോട് അടുത്തുവേണ്ട വരാൻ പോലും ഭയമാകാം. തുറന്നാൽ എന്താകും എന്നറിയാത്തതിനാൽ, വേദന വീണ്ടും വരുമോ എന്നുറപ്പില്ലാത്തതിനാൽ, നിങ്ങളെ വേദനിപ്പിച്ചവർ വീണ്ടും നിങ്ങളെ ഉപയോഗിക്കുമോ എന്ന ഭയം ഉള്ളതിനാൽ. പക്ഷേ കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ആ വാതിൽ തുറക്കാൻ സഹായിക്കും. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഒരിക്കലും. ഇപ്പോൾ ഞാൻ നിങ്ങളെ ക്ഷമയുടെ മറ്റൊരു മുഖത്തിലേക്ക് കൊണ്ടുപോകട്ടെ. ക്ഷമയുടെ ശക്തി നിങ്ങളെ ദൈവത്തിന്റെ രൂപത്തിലേക്ക് രൂപാന്തരപ്പെടുത്തുന്നു.
നിങ്ങളെ വേദനിപ്പിച്ചവർ നിങ്ങളുടെ വഴിയിൽ ഇരുട്ട് വിതറാം. പക്ഷേ നിങ്ങൾ ക്ഷമിച്ചാൽ അവരുടെ ഇരുട്ടിനെ വെളിച്ചമാക്കി മാറ്റുന്ന ശക്തി നിങ്ങൾക്കുള്ളിൽ വളരും. നിങ്ങൾ അടർത്തി മാറ്റിയതുകൊണ്ട് അല്ല, നിങ്ങൾ സമ്മതിച്ചതുകൊണ്ട് അല്ല, പക്ഷേ നിങ്ങൾ അവരുടെ മുറിവ് നിങ്ങളുടെ ആത്മാവിൽ വളരാൻ അനുവദിക്കാത്തതിനാലാണ്. നിങ്ങളെ വേദനിപ്പിച്ചവരെ നിങ്ങൾ ഹൃദയത്തിൽ പിടിച്ചു നിർത്തുമ്പോൾ അവർ നിങ്ങൾക്കും മേൽ അധികാരം പിടിക്കുന്നു. അവർ നിങ്ങളെ നിയന്ത്രിക്കുന്നു. അവർ നിങ്ങളുടെ ആത്മീയ വളർച്ച തടയുന്നു. പക്ഷേ നിങ്ങൾ ക്ഷമിക്കുമ്പോൾ നിങ്ങൾ അവരുടെ ബന്ധനത്തിൽ നിന്നും മോചിത. നിങ്ങൾ ഇനി അവരുടെ വാക്കിന്റെയും പ്രവൃത്തിയുടെയും തടവുകാരല്ല. നിങ്ങളുടെ ആത്മാവ് വീണ്ടും സ്വതന്ത്രമായി പറക്കുന്നു. മക്കളെ, ഞാൻ നിങ്ങളോട് ഒരു സംഭവം പറയുന്നു. ഒരു മനുഷ്യൻ എന്നോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എന്റെ മനസ്സിൽ ഒരാൾക്കെതിരെ വലിയ വിരോധമുണ്ട്. ആ വിരോധം ഞാൻ പിടിച്ചു നിർത്തുന്നത് നീതിയാണെന്നു ഞാൻ കരുതുന്നു. ഞാൻ അവനോട് ചോദിച്ചു, കുഞ്ഞേ, ആ വിരോധം നിന്നെ സന്തോഷവാനാക്കുന്നുണ്ടോ? അവൻ മൗനമായി. വീണ്ടും ഞാൻ ചോദിച്ചു, ആ വിരോധം നിന്നെ സമാധാനത്തിലാക്കുന്നുണ്ടോ? അവൻ തലയടിച്ചു, ഇല്ല. ഞാൻ പിന്നെ പറഞ്ഞു, നീ നീതിയെന്നു കരുതുന്നതു സത്യമല്ലേ നിന്റെ ആത്മാവിനുള്ള ഒരു വിഷമാണെന്ന്. അവന്റെ കണ്ണുനീർ ഒഴുകി. അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ആ വിഷം കുടിച്ചുകൊണ്ടിരുന്നു. അവൻ വേദനിക്കുമെന്നു കരുതിയിട്ടാണ്. മക്കളെ, ക്ഷമിക്കാത്ത മനുഷ്യൻ മറ്റൊരാളെ ശിക്ഷിക്കുമെന്ന് കരുതും. പക്ഷേ യഥാർത്ഥത്തിൽ അവൻ തന്റെ ആത്മാവിനെയാണ് തന്നെ ശിക്ഷിക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിൽ വിരോധമുണ്ടെങ്കിൽ എത്രയോ നല്ല അനുഗ്രഹങ്ങൾ ഞാൻ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവന്നാലും അവയ്ക്ക് അകത്തു കടക്കാൻ കഴിയില്ല. വിരോധം ഒരു പൂട്ടാണ്. ക്ഷമയാണ് ആ പൂട്ട് തുറക്കാനുള്ള താക്കോൽ. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മനസ്സിൽ ആഴ്ചയായി ഒളിപ്പിച്ചിരിക്കുന്ന ഒരു വേദനയെ സ്പർശിക്കുന്നു. നിങ്ങളിൽ ചിലർ പറയുന്നു, കർത്താവേ, അവർ ക്ഷമ ചോദിച്ചിട്ടില്ല. അവർ തെറ്റ് ചെയ്തെന്ന് പോലും അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ എന്തിനു ക്ഷമിക്കണം? കുഞ്ഞേ, ക്ഷമ എന്നത് മറ്റൊരാളുടെ തെറ്റിനുള്ള ശമനമാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ട്. പക്ഷേ സത്യം, ക്ഷമ നിങ്ങളുടെ ഹൃദയത്തിനുള്ള മരുന്നാണ്. ക്ഷമയ്ക്ക് മറ്റൊരാളുടെ മാപ്പു പറച്ചിൽ ആവശ്യമില്ല. ക്ഷമയ്ക്ക് മറ്റൊരാളുടെ മാറ്റം ആവശ്യമില്ല. ക്ഷമയ്ക്ക് മറ്റൊരാളുടെ തിരിച്ചറിവ് ആവശ്യമില്ല. ക്ഷമയ്ക്ക് ആവശ്യം നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽ തുറക്കാനുള്ള തീരുമാനമാണ്. മറ്റൊരു സത്യം കേൾക്കൂ. നിങ്ങളെ വേദനിപ്പിച്ചവർ പലപ്പോഴും അവരുടെ ഉള്ളിലെ മുറിവുകളോടാണ് പ്രതികരിച്ചത്. മുറിവുള്ളവർ മറ്റുള്ളവരെ മുറിപ്പിക്കും. ഇരുട്ടിൽ നടക്കുന്നത് എന്താണ് ചവിട്ടുന്നതെന്ന് അറിയാതെ ചവിട്ടും. സ്വയം മുറിഞ്ഞ ഹൃദയമുള്ളവർ മറ്റുള്ളവരുടെ ഹൃദയം തൊടുന്നത് എങ്ങനെ എന്നറിയില്ല. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ ക്ഷമിക്കുമ്പോൾ നിങ്ങൾ അവരെ നീതീകരിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ അവരുടെ ഇരുട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടക്കാൻ അനുവദിക്കാതെ നിൽക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ആഴത്തിലുള്ള സത്യം ഞാൻ പറയട്ടെ. ക്ഷമ ശക്തിയില്ലാത്തവരുടെ പ്രവൃത്തിയല്ല. ക്ഷമ ശക്തിയുള്ളവരുടെ ധൈര്യമാണ്. പകപിടിക്കുന്നത് എളുപ്പം. വെറുപ്പ് വളർത്തുന്നത് എളുപ്പം. കഠിനമാകുന്നത് എളുപ്പം. പക്ഷേ ഹൃദയം മൃദുവാക്കുന്നത്, വേദനയെ ദൈവത്തിനരികിൽ വെക്കുന്നത്, അന്യായത്തെ കൈവിട്ടൊഴിയുന്നത്, ഇത് ദൈവത്തിന്റെ ശക്തി കൊണ്ട് മാത്രം സാധ്യമാകുന്ന ദൈവിക പ്രവൃത്തിയാണ്. ഇനി ഞാൻ നിങ്ങളോട് ഒരു അദ്ഭുത സത്യവും പറയുന്നു. ക്ഷമിക്കുന്നവരുടെ വഴിയിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നിറഞ്ഞൊഴുകും. ക്ഷമിക്കുന്നവരുടെ പ്രാർത്ഥന ഒരിക്കലും തടസ്സപ്പെടില്ല. ക്ഷമിക്കുന്നവരുടെ ഹൃദയം ദൈവത്തിന്റെ ഇരിപ്പിടമാകും. ക്ഷമിക്കുന്നവരുടെ വീടുകളിൽ സമാധാനം പുഷ്പിക്കും. നിങ്ങൾ കുറേക്കാലമായി അനുഭവിക്കുന്ന ആ ഭാരവും, നിങ്ങളുടെ നെഞ്ചിൽ ഇരിക്കുന്ന ആ കല്ലുപോലുള്ള വേദനയും, നിങ്ങൾ പല മാസങ്ങളായി വഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒളിച്ചിരിക്കുന്ന കണ്ണീരും ഞാൻ ഇന്ന് തന്നെ ചിതറിക്കൽ തയ്യാറാണ്. നിങ്ങൾ പറയുന്ന ആ ഒരു ചെറിയ വാക്കിനായി, കർത്താവേ, ഞാൻ ക്ഷമിക്കാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് ശക്തി തരൂ. നിങ്ങൾ ഈ വാക്ക് ഹൃദയത്തിൽ പറയുന്ന നിമിഷം തന്നെ ഞാൻ നിങ്ങളിൽ പ്രവർത്തനമാരംഭിക്കും. ശക്തി ഒഴുകും. മുറിവുകൾ അടയാൻ തുടങ്ങും. ആത്മാവ് ശാന്തമാകും. നിങ്ങളുടെ ഹൃദയം വേഗത്തിൽ മാറണമെന്നില്ല. പക്ഷേ അത് മതിയാകുന്നു. നിങ്ങളുടെ ദിശ മാറിയിരിക്കുന്നു. ക്ഷമയുടെ പ്രകാശത്തിലേക്ക് നിങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്.
മക്കളെ, ഇനി ഞാൻ ഒരു വാഗ്ദാനം നിങ്ങളോട് ചെയ്യുന്നു. നിങ്ങൾ ക്ഷമയുടെ വഴി തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്വപ്നം കണ്ടലും വലിയ സമാധാനം നൽകും. നിങ്ങളുടെ കണ്ണുനീരിന്റെ ഓരോ തുള്ളിയും ഞാൻ പുതുജീവനാക്കി മാറ്റും. നിങ്ങളെ വേദനിപ്പിച്ചവർക്ക് കാരണമായ മുറിവിനേക്കാൾ മികച്ച ശക്തിയും കൃപയും ഞാൻ നിങ്ങളിൽ വളർത്തും. ഒരുപക്ഷേ ഒരു ദിവസം, വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നിങ്ങൾ പിന്നോട്ടു നോക്കും. നിങ്ങൾ ഓർമ്മിക്കും ആ വേദനയും ആ കണ്ണുനീരും ആ ഇരുട്ടും. പക്ഷേ നിങ്ങൾ പുഞ്ചിരിക്കും. നിങ്ങൾ പറയും, കർത്താവേ, ഞാൻ ആ സമയത്ത് ഇത് എല്ലാം ആപത്താണെന്ന് കരുതിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ കാണുന്നു, ഇത് എനിക്ക് ശക്തി നൽകാനുള്ള വഴിയായിരുന്നു. ഇത് എന്നെ ദൈവത്തിന്റെ കയ്യിൽ മൃദുവാക്കാനുള്ള വഴിയായിരുന്നു. ഇത് എന്നെ കൂടുതൽ സ്നേഹിക്കുന്ന ഹൃദയമായി തീർക്കാനുള്ള വഴിയായിരുന്നു. ഇത് എന്നെ എന്റെ യേശുവിനോട് അടുത്തിടാനുള്ള വഴിയായിരുന്നു. മക്കളെ, നിങ്ങൾ ഇപ്പോൾ ഈ വാക്കുകൾ കേൾക്കുന്നത് ഒരു യാദൃശ്ചികമല്ല. ഈ നിമിഷം ദൈവം നിങ്ങൾക്കായി ഒരുക്കിയ പുനർജന്മത്തിന്റെ നിമിഷമാണ്. ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിലെ ശൃംഖലകൾ പൊട്ടുന്നു. ഇന്ന് നിങ്ങളുടെ ആത്മാവ് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ ക്ഷമയുടെ ദൈവീയ വിത്ത് മുളക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, ക്ഷമിക്കൂ, വിടൂ, ഉയരൂ. നിങ്ങളുടെ ജീവിതം ഇനി ഇരുട്ടിന്റെ പുസ്തകമല്ല, വെളിച്ചത്തിന്റെ സാക്ഷ്യം ആയിരിക്കും. എന്റെ സ്നേഹത്തിൽ പൊതിഞ്ഞ്, എന്റെ ശബ്ദത്തിൽ ചേർത്ത്, എന്റെ കരുണയിൽ നനച്ച് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ ഹൃദയം ഇനി പൂർണ്ണമായി സുഖപ്പെട്ടെ.